സ്വീസിന് വേണ്ടി ഇത് 2025 ശിക്ഷാ അക്കൗണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലും പരിശീലനം പൂർത്തീകരിച്ച് ഇന്ന് അതിന്റെ സ്റ്റേറ്റ് ക്യാമ്പിന് വേണ്ടി എക്സ്പേർട്ട് ആവാൻ വേണ്ടി ഒന്നുകൂടി വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനികൾ. ഹരി സാറ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാലങ്ങൾക്ക് ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് 15 വർഷം കഴിഞ്ഞ സമയത്ത് 2 ലക്ഷത്തിലേറെ സ്ത്രീകൾ സ്വിസിൽ നിന്ന് പഠിച്ചിറങ്ങി അതിലൂടെ അവർ ജോലി നേടുന്നു, അല്ലെങ്കിൽ സ്വയം ഓൺട്രപ്രണർ ആവുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശക്തി. നല്ല കുരുന്നുകളെ അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള മികച്ച അധ്യാപകരായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് സ്വിസ് ഈ തരത്തിലുള്ള പദ്ധതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല അധ്യാപകയാവാൻ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കുന്നു, ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ നേടിയെടുക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് നൽകുന്ന ഫീസിൻ്റെ അപ്പുറത്തേക്ക് സർവീസ് നൽകാൻ സ്വിസ് സന്നദ്ധരാണ്. ഒരാൾ പോലും വെറുതെ സ്വിസിൽ നിന്ന് പഠിച്ചിറങ്ങി പോവില്ല. എന്തെല്ലാം സ്വിസ് വാഗ്ദാനം നൽകുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് തരാൻ പറ്റുമെങ്കിൽ തന്നിട്ടേ നിങ്ങളെ സ്വിസ് ഇവിടുന്ന് പറഞ്ഞയക്കുള്ളൂ. നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൻഡ് ഫാമിലീൻ്റെ സപ്പോർട്ടിന് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഹാരിസ് പറഞ്ഞ പോലെ സെക്കൻഡ് തിങ്, എന്ത് കിട്ടിയാലും പഠിക്കാൻ നിർത്തരുത്. എഡ്യൂക്കേഷൻ ഈസ് സംതിങ് വിച്ച് ഇസ് നമ്മൾ എൻഡ് ഓഫ് ദ ലൈഫ് വരെ നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഗ്രേഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് കിട്ടി എന്നല്ല, അത് കഴിഞ്ഞ് നമുക്ക് അതിൽ എന്ത് നന്നായി ചെയ്യാൻ പറ്റും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഹാരിസ് നമ്മുടെ കൂടെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു ഹാരിസ് ഫോർ ബീയിങ് ദെയർ. ഹാരിസ് ജി ചെയ്യുന്ന ഈ വലിയൊരു റെവല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ബിഗ് വേർഡ്. ഓക്കെ, ഒരു വലിയ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. ക്ലാസ് റൂമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളിൽ ഇൻജക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സമൂഹത്തിൽ വന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾക്ക് മെനി ലാംഗ്വേജസ് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ആൾക്കൂട്ടത്തിന് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ കൂട്ടങ്ങൾക്ക് അത് കൈമാറാൻ കഴിഞ്ഞാൽ അതാണല്ലോ നല്ലത് എന്ന് ഹാരിസാറിന്റെ ഒരു നിർദ്ദേശമാണ് ഇന്ന് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ക്യാമ്പുകളിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് തന്നെ ഗമിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഏറ്റവും നല്ല അധ്യാപകരാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ടീച്ചർമാർ എന്ന് പറയുമ്പോൾ അധ്യാപനം ഒരു മഹാഭാഗ്യമാണ്. ആരും ഓർമ്മിച്ചില്ലെങ്കിലും ആരെയും ഓർമ്മിച്ചില്ലെങ്കിലും അധ്യാപന രംഗത്തുള്ളവരെ എക്കാലത്തും ഓർമ്മിക്കും. 2019 സ്വീസ് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതലേ ഞാൻ സ്വീസിനെ കൂടെ എല്ലാ കാര്യത്തിനും മുന്നിലായിട്ടുണ്ട്. ഒരു ടീച്ചർ ആകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈസിയാണ് സംവാട്ട്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾ ടീച്ചറായി. ബട്ട് ടു എൻജോയ് ദിസ് പ്രൊഫഷൻ ഈസ് ഡിഫറെൻറ്റ്. ഈ ടീച്ചിങ് എന്ന പ്രൊഫഷൻ ആസ്വദിക്കുക എന്നുള്ളത് തികച്ചും അത് എല്ലാവർക്കും കഴിയുന്നതല്ല, അത് തികച്ചും വ്യത്യസ്തമാണ്. സത്യമായി ശുദ്ധ സ്നേഹമായി ഇവിടെ ഇന്ന് ഈ വുമൻസ് യൂണിവേഴ്സിറ്റിയുടെ എൻ്റെ പ്രിയപ്പെട്ട ഹാരിസന്റെ ഈ മഹാപ്രസ്ഥാനമായിട്ടുള്ള ഇതിൻ്റെ വക്താക്കളായി മാറുമ്പോൾ ഹിമാദാസിനെ പോലെ ഉയർന്നു പോകാൻ നമുക്ക് പറ്റണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളെയുടെ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ അത് കുട്ടിയല്ല പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തെ വാർത്തെടുത്തി അവരെയെല്ലാം ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് കരിയർ എന്ന അർത്ഥത്തിലുള്ള സോഷ്യൽ റിഫോമർ.
വലിയ വലിയ ടീച്ചർമാരാവട്ടെ ആകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കിയ ടീച്ചർമാരെ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും മറക്കാതിരിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റുകളും ഓരോ റിവാർഡുകളും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമുള്ള ഗിഫ്റ്റുകളായിട്ട് മാറട്ടെ. നിങ്ങളുടെ ടീച്ചറായിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ ഉമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് പറയണം, അമ്മ ഞാനും ഒരു ടീച്ചറായിട്ടോ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങും. നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും. ഐ ലവ് യു എവരിബഡി. സൈനിങ് ഓഫ് പ്രവീൺ ചുരയ. താങ്ക് യു വെരി മച്ച്.